ഡോക്ടർ ഷൈജിമോനിലേക്ക് പോകട്ടെ. ഈ പലപ്പോഴും ബഡ്ജറ്റിനകത്ത് പ്രഖ്യാപനം വരുന്നതിൻ്റെ പുറകിൽ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകും. ഇൻകം ടാക്സിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്നത് പുതിയ റെജീമിലാണ്. 2 റെജീമുകളുണ്ട്. അതിനകത്ത് പുതിയ റെജീമിൽ നാളിതുവരെ 7 ലക്ഷം വരെ ടാക്സബിൾ ഇൻകം ഉണ്ടായിരുന്നവർക്ക് ടാക്സ് ഉണ്ടായിരുന്നില്ല. അതിന് മുകളിലുള്ളവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ പരിധി 12 ലക്ഷം വരെ ആക്കിയിരിക്കുന്നു. നിർമ്മലാ സീതാരാമൻ പറയുന്നത് 12.75 ലക്ഷം ഒരു വാർഷിക വരുമാനമുള്ള ആൾക്കാർക്ക് വരെ എഫക്റ്റീവ്ലി ഒരു ടാക്സും കൊടുക്കേണ്ടി വരില്ല. ചോദ്യം ഇതാണ്, ഈ ടാക്സ് നമ്മൾ ഫോർഗോ ചെയ്യുമ്പോഴത്തേക്കും ജനങ്ങളിലേക്ക് കാശെത്തുന്നു, അല്ലെങ്കിൽ അവരുടെ കൺസംഷൻ കൂടുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു, ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകും. ഇന്നലത്തെ സാമ്പത്തിക സർവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് ആഗോളതലത്തിലുള്ള വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ട്രേഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറ്റ് പല രാഷ്ട്രങ്ങളും ഒരു കൺസർവേറ്റീവ് ഒരു ബയാസിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഇനി ഭാവിക്ക് വേണ്ടി ആവശ്യമുള്ളത് ഡൊമസ്റ്റിക് മാർക്കറ്റിലുണ്ടാകുന്ന ഒരു ബൂമാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ ഒരു വ്യക്തമാക്കുന്ന തരത്തിലുള്ള, അതിനെ വളരെ എന്താ പറയുന്നത്, ഗ്രൗണ്ട് റിയാലിറ്റി ആയിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ശ്രമമായി ഈ ടാക്സേഷനകത്തുള്ള റിഫോമിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സൂചകം തന്നെയാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്നലത്തെ സാമ്പത്തിക സർവേയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ദേശീയ വരുമാനത്തിൻ്റെ 68% ജനറേറ്റ് ചെയ്യുന്നത് ഉപഭോഗത്തിൽ നിന്നാണ്, കൺസംഷനിൽ നിന്നാണ്. അപ്പോൾ കൺസംഷൻ അടിസ്ഥിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ഇക്കോണമി. അപ്പോൾ ഇപ്പോഴുള്ള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഒരു വെല്ലുവിളി, നേരത്തെ 8%, 9% വളർച്ച കൈവച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് 6.4%-ലേക്കൊക്കെ എത്തുമെന്ന് പറയുന്നു. പക്ഷേ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇത് ഒരുപക്ഷെ ഗ്ലോബൽ സ്ലോ ഡൗൺ, അതായത് വെസ്റ്റേൺ കൺട്രീസിലും സ്ലോ ഡൗൺ ആണ്. പക്ഷേ അവിടുത്തെ സ്ലോ ഡൗൺ ആ ഇക്കോണമിയെ അഫക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ സ്ലോ ഡൗൺ നമ്മുടെ എക്കോണമിയെ, നമ്മുടെ ജനങ്ങളെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ വളരെ കൺസേർട്ടഡ് ആയിട്ട് ഡിമാൻഡ് ബൂസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം ഇറങ്ങത്തക്ക രീതിയിൽ അത് കൂടുതലായിട്ട് പ്രചോദിപ്പിച്ചതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുക, അതുവഴി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുക, ഗ്രോത്ത് വളർത്തുക. ഗ്രോത്ത് ഇന്നലത്തെ സർവേ തന്നെ പറയുന്നതുകൊണ്ട് ഏകദേശം 8% മിനിമം എങ്കിൽ 8% വളർച്ച വെച്ച് കൈവരിച്ചില്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യമായ, അതായത് മറ്റൊരു ചലഞ്ചും കൂടെ നമ്മുടെ പാരലായിട്ട് വരുന്നുണ്ട്. AI ചലഞ്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചലഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ എനർജി ട്രാൻസ്ഫർ എക്കോണമിയിലേക്ക് മാറുകയാണ്, നമ്മൾ എനർജി മാറുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ നമുക്ക് ഒരുപാട് തൊഴിലില്ലായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക സർവേയിൽ പറയുന്നത് 79 ലക്ഷത്തോളം എംപ്ലോയ്മെൻറ്റ് ആനുവലി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ആനുവലി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് ജോലി കൊടുക്കാൻ കഴിയില്ല, പ്രൈവറ്റ് സെക്ടർ ബൂസ്റ്റ് ചെയ്തേ മതിയാവും. ആ പ്രൈവറ്റ് സെക്ടർ ബൂസ്റ്റ് ചെയ്യുന്നതായി ഡിമാൻഡ് കൂട്ടാനുമായിട്ടുള്ള വേരിയസ് മെഷേഴ്സാണ് ഈ ബഡ്ജറ്റിലുടനീളം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യമെന്ന് പറയുന്നത്, വളരെ മനോഹരമായിട്ട് ഫിസ്ക്കൽ കൺസോളിഡേഷൻ നടത്തിയിട്ടുണ്ട്. ഞാൻ അത് അതിശയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ്സ് വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ബോറോയിങ്സ് കൂട്ടിയെങ്കിലും വളരെ കൂട്ടാതെ ഡെഫിസിറ്റ്, ഫിസ്ക്കൽ ധനകാര്യ കമ്മി കുറച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ധനകാര്യ കമ്മി ഇത്തരത്തിൽ എക്കോണമി പ്രഷർ വരുമ്പം ധനകാര്യ കമ്മി ഇത്ര പ്രഷറായിട്ട് കുറച്ചു കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിലും അതിലേക്ക് ദിശ സൂചകമായിട്ട് ധനകാര്യ കമ്മി കുറച്ച് ബോറോയിങ്സ് വളരെയേറെ വർദ്ധിപ്പിക്കാതെ, അത് തന്നെ മാർക്കറ്റ് ബോറോയിങ്സ് ആക്ച്വലി കുറച്ചിരിക്കുകയാണ്, എമൗണ്ട് കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാനുഫാക്ചറിങ് സെക്ടർ. നമ്മൾ ചൈനയുടെ നമ്മുടെ ഗ്രോത്ത് നോക്കിയാൽ നമ്മളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ പിറകിൽ നിന്നൊരു എക്കോണമിയാണ് 70s ചൈന എന്ന് പറയുന്നത്. ചൈന മാനുഫാക്ചറിങ്ങിലുണ്ടായ ഗ്രോത്ത് കാരണമാണ് ഇപ്പം ലോകത്തിലെ 2ാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറി. ഇന്ത്യ മാനുഫാക്ചറിങ്ങിൽ വളരെ പുവറാണ്. മൊത്തം ഇൻഡസ്ട്രിയൽ GDPയുടെ തന്നെ മൊത്തം GDPയുടെ 15%, ഇൻഡസ്ട്രിയൽ GDPയുടെ തന്നെ ഏകദേശം പകുതിയുടെ അടുത്ത് മാത്രമാണ് മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. അപ്പോൾ ആ മാനുഫാക്ചറിങ്ങിൽ നോക്കിയാൽ തന്നെ കൂടുതൽ MSMEs ബേസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്ങാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് MSMEസിൻ്റെ നോക്കിയാൽ മതി, ഇപ്പം ലിമിറ്റ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മൈക്രോ എന്ന് പറയുന്നതും മീഡിയം എന്ന് പറയുന്നതും ലാർജ് ഇൻഡസ്ട്രീസിൻ്റെ ഡെഫിനിഷൻ ഈ ബഡ്ജറ്റിൽ മാറ്റി. കാരണം അത് കൂടുതൽ എൻകറേജ്മെൻറ്റ്, അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കാൻ കുറേ സപ്പോർട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവർക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിയിരിക്കുന്നത്. കമ്മിങ് ബാക്ക് ടു ദ ടാക്സസ് 7 ലക്ഷത്തിൽ പരുൺ സൂചിപ്പിച്ചു, 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷമാക്കി. ഇതിലൊരു വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണെന്നിരിക്കെ നമ്മൾ ശരിക്കും ആക്ച്വലായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്, ഇപ്പോൾ 80,000 നേരത്തെ വരെ ടാക്സബിൾ ആയിട്ട് ടാക്സ് കൊടുക്കേണ്ടിരുന്നത് 60,000 ആയി. ഇതിനർത്ഥം ജനങ്ങളെല്ലാം ഒരു തെറ്റിദ്ധാരണയിൽ, പലരും ഒരുപാട് കോളുകളൊക്കെ വരുന്നുണ്ട്, പലരും വിളിക്കുന്നത് 12 ലക്ഷം വരെ ഒരു ടാക്സും പേ ചെയ്യുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം.
12 ലക്ഷം വരെയുള്ള ടാക്സേഷൻ അല്ലെങ്കിൽ 60,000 രൂപയെന്ന് പറയുന്നത് പല മാർഗങ്ങളിലൂടെ ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സേവിങ്സ് മാർഗങ്ങളിലൂടെ നിങ്ങൾ സേവ് ചെയ്താൽ അത് 12 ലക്ഷം വരെയുള്ള ഇൻകം കിട്ടുന്ന ആൾക്കാർക്ക് സീറോ ടാക്സ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ 12 ലക്ഷം വരെ ഇൻകം ഉള്ള ആൾക്കാർക്കെല്ലാം ഒരു നികുതിയും പേ ചെയ്യേണ്ടെന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് പലർക്കും തെറ്റിദ്ധാരണ വന്നത്. അതായത് റേറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ 0 to 4%, 0 to 4 lakhs നില്ലെന്നും 4 മുതൽ 8 ലക്ഷം രൂപ വരെ 5%, 8 മുതൽ 12 ലക്ഷം രൂപ വരെ 10%. ഈ 10% എന്ന് പറഞ്ഞിരിക്കുമ്പോഴും എങ്ങനെയാണ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്? ടാക്സ് ഇല്ല എന്നല്ല അർത്ഥം. ഈ 60,000 രൂപ എന്ന് പറഞ്ഞ ടാക്സബിൾ ഇൻകം തന്നെ 60 ടാക്സബിൾ ആ ടാക്സ് എന്ന് പറയുന്നത് ഈ ടാക്സബിൾ ഇൻകം 12 ലക്ഷവും 60,000 വരെ ആക്കി 80 നിന്ന് 60,000 ആയി. കഴിഞ്ഞ വർഷത്തെ അനുസരിച്ച് 80 ആയിരുന്നു. അത് 60,000. ആ 60,000 തന്നെ നിങ്ങൾ പല വഴിയിലായിട്ട് സേവ് ചെയ്താൽ ആ 60,000 കൂടി സീറോ ആക്കി എടുക്കാം. അങ്ങനെ 12 ലക്ഷം രൂപ വരെ ടാക്സ് കിട്ടുന്ന അല്ലെങ്കിൽ ഇൻകം ഉള്ള ആൾക്കാർക്ക് ടാക്സേഷൻ. ഇതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനാണ്. ഇത് ഇൻകത്തിന് മാത്രമല്ല, കൺസംഷന് മാത്രമല്ല, കൺസംഷൻ എക്കോണമി, കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും സർവീസസും ഇമ്പ്രൂവ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് സെക്കൻഡറി ആയിട്ടുള്ള മാനുഫാക്ചറിങ് ഗ്രോത്ത് ഉണ്ടാവും. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ എന്ന് നമുക്കെല്ലാം അറിയാം അമേരിക്കയാണ്. $28 ട്രില്യൺ അമേരിക്കയുടെ പവർ. പക്ഷേ അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെയും ആ പവർ അമേരിക്കൻ ഇക്കോണമിയെ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അമേരിക്കൻ ഇക്കോണമിയാണ് കേന്ദ്ര ഇക്കോണമി എങ്കിലും അതിൻ്റെ ഞാൻ എപ്പോഴും പറയാറുള്ള ആ മെഷീൻ ഡ്രൈവ് ചെയ്യുന്ന വിൻഡ് വരേണ്ടത് അല്ലെങ്കിൽ എനർജി വരേണ്ടത് ഈ ഇന്ത്യൻ ഇക്കോണമി പോലെയുള്ള 18% ജനങ്ങൾ അധിവസിക്കുന്ന ഈ കൺസംഷൻ ബേസ്ഡ് മിഡിൽ ഇൻകം ക്ലാസ് കൂടുതലുള്ള ഇന്ത്യൻ ഇക്കോണമിയാണ്. അവിടെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ലോകം മുഴുവൻ എക്കോണമിക് പവർ ചെയ്യാനായിട്ടുള്ളൊരു പവർ ഹൗസ് ആയി മാറും എന്നുള്ളതിൽ തർക്കമില്ല.